ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. മാവ് അരച്ച ഉടനെ തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി 3 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. 4 മണിക്കൂർ കുതിർത്തിയെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് തേങ്ങ, 3 ടേബിൾ സ്പൂൺ ചോറ്, ഇനി ആവശ്യമുള്ളത് മൈസൂർ പൂവൻ പഴം 3 എണ്ണം. നല്ല പഴുത്ത പഴം തന്നെയായിരിക്കണം. ഇനി ഇതിലേക്ക് 3 ഏലക്ക ഇടാം, 2 ചെറിയ പീസ് ചുക്ക്, ഇനി 3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമൊഴിച്ച് പാനിയൊക്കെ എടുക്കാം. തരിതരിപ്പായി വേണം മാവ് അരച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് ചൂടോടുകൂടിയ ശർക്കരപ്പാനിയുടെ പകുതി ഒഴിക്കാം. ഒന്നുകൂടി നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ഇത് ബൗളിലേക്ക് ഒഴിക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ശർക്കരപ്പാനി കൂടി ഒഴിക്കാം. 1 ഗ്ലാസ് അരിക്ക് 2 അച്ച് വെള്ളം വേണ്ടി വരും. 3 അച്ച് വെള്ളമാണ് ശർക്കരപ്പാനിയാക്കിയത്. കുറച്ചുകൂടി മധുരത്തിനായി 1/2 കപ്പ് വെള്ളപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി റെഡിയാക്കാൻ ശർക്കരപ്പൊടി ഇതുപോലെ ചേർത്താൽ മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കാം. കുറച്ച് എള്ളും. 10 മുതൽ 15 മിനിറ്റ് വരെ റെസ്റ്റിനായി വെക്കാം. റെസ്റ്റിനായി വെക്കണം നിർബന്ധമൊന്നുമില്ല, ഇപ്പം തന്നെ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, മാവ് ഒഴിക്കാം. നല്ല ഗോൾഡൻ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി ബ്രൗൺ കളറായി എടുക്കാം. അപ്പോൾ സോഡയൊന്നും ചേർക്കാതെ വളരെ സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.